ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നൊരു സമയത്ത് ഇതുപോലത്തെ ടീഷർട്ടൊക്കെ അയൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ എന്തെങ്കിലും എഴുതിയേക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്തേക്കുന്ന ടീഷർട്ടൊക്കെ ആയിരിക്കും. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അത് അയൺ ബോക്സിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള ഒരു ടിപ്പാണിത്. നമ്മൾ ഇതേപോലെ ടീഷർട്ടൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് പേപ്പർ ഈ ടീഷർട്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഇതിനകത്ത് എഴുതിയേക്കുന്ന അതൊന്നും പെട്ടെന്നൊന്നും അയൺ ബോക്സിലേക്ക് കയറി പിടിക്കുകയില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്തെടുക്കാനും പറ്റും. കണ്ടോ, നമ്മളിപ്പോൾ ഈ ടീഷർട്ട് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കനം കുറഞ്ഞ ഡ്രസ്സുകൾ, ഇതുപോലത്തെ ഷോളോ സാരിയൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇത് നല്ലപോലെ ചുളുങ്ങിയിരിക്കുന്ന ഒരു ഷാളാണിത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്യുകയാണെങ്കിൽ ഇത് കത്ത് പിടിക്കുകയൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്തെടുക്കാൻ പറ്റും. അയൺ ചെയ്യുന്ന അനുസരിച്ച് ഈ പേപ്പർ ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണിത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മുട്ടയൊക്കെ പൊട്ടിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോഴൊക്കെ ഈ മുട്ടയുടെ തോട് ചിലപ്പോൾ ഈ പൊട്ടിച്ച മുട്ടയിലേക്ക് ചാടിപ്പോകാറുണ്ട്. അത് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചൊക്കെ കോരിക്കളയാറുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കോരിക്കളയാം. ആ മുട്ട പൊട്ടിച്ച തോട് ഉപയോഗിച്ച് തന്നെ നമുക്ക് മുട്ടയിൽ ചാടിയിരിക്കുന്ന ആ ഒരു കഷ്ണം നമുക്ക് കോരിക്കളയാൻ പറ്റുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കോരിക്കളയാം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വയ്ക്കുന്ന ബക്കറ്റിൽ, അതായത് ഈ ടോയ്ലറ്റിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്ന ബക്കറ്റ് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഇതിനകത്തൊരു വഴുവഴുപ്പ് പോലെയൊക്കെ ആയിരിക്കും. ഈ കപ്പിലൊക്കെ കുറേ ദിവസം വെള്ളം ഇങ്ങനെ ഇരുന്ന കാരണം ഒരു ചെറിയ വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും. അത് എത്ര വൃത്തിയാക്കാൻ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അത് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഈ ഉപ്പ് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കപ്പിലേക്ക് ഞാനൊരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഈ ഉപ്പ് നമ്മുടെ ഈ ബക്കറ്റിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ബക്കറ്റിൻ്റെ അകത്തും പുറത്തും ഒക്കെ നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കപ്പിലും ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകി കൊടുക്കാം. ഈ ബക്കറ്റിനുള്ളിൽ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു പുതിയതുപോലെ ആയിട്ടുണ്ട് ഈ ബക്കറ്റ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നമ്മൾ ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതുപോലത്തെ ഒരു സോപ്പിൻ്റെ കഷ്ണം ബാക്കി വരാറില്ലേ, ആ സോപ്പ് കഷ്ണം നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കി വരുന്ന സോപ്പിൻ്റെ കഷ്ണം നമുക്ക് കളയണ്ട. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പായാലും നല്ലതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ പൊടിയുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വിനിഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വിനിഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിനിഗർ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സോപ്പും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്നുണ്ടാവും. കട്ടിയൊക്കെ ഉള്ളൊരു സോപ്പാണെങ്കിൽ അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരികയൊക്കെ ചെയ്യും. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൾഗേറ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കോൾഗേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണിത്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളൊക്കെ എപ്പോഴും ബാത്റൂമിലൊക്കെ പോയിട്ട് നല്ല കറക്റ്റായിട്ട് ഫ്ലഷ് അടിക്കുകയൊന്നും ചെയ്യാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ്. ഈ കുപ്പിയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സോപ്പിൻ്റെ കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഈ അടുപ്പിൽ ഒരു 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 ഹോളാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട്. ഈ നൂല് ഞാൻ ഇതിൻ്റെ ഈ മൂടിയുടെ അടുത്തൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കമത്തുമ്പോൾ ചെറിയ ചെറിയ തുള്ളികളായിട്ട് ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിൽ നമ്മൾ ഇതൊന്ന് കമത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നൂല് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. എപ്പോഴും നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നൊരു സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫ്ലഷ് അടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ടോയ്ലറ്റൊക്കെ എപ്പോഴും ബ്രഷൊക്കെ ഇട്ട് ഉരച്ച് കഴുകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ടോയ്ലറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നതിനായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.